ഏറ്റവും കൂടുതൽ മഴ ശക്തമായി തുടരുന്നത് വടക്കൻ കേരളത്തിലാണ്. വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ സാഹചര്യം എങ്ങനെയാണിപ്പോൾ? ശ്രീകാർത്തിക, വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തോർന്നു നിൽക്കുന്നതിനൊഴിച്ചാൽ മഴ തുടർച്ചയായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് വയനാടും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ നിൽക്കുന്നത്. വയനാട്ടിൽ പ്രധാനമായും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലുള്ള ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറത്തും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കോഴിക്കോട് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും, മാവൂർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം വലിയ രീതിയിൽ ഉയരുകയും വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുകയാണ്. മാവൂർ പഞ്ചായത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീരദേശ മേഖലയിലും കടുത്ത ജാഗ്രതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകി തന്നെയാണ് പോകുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ തുറന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കക്കയം ഡാമിന്റെ ആ പ്രദേശങ്ങളെല്ലാം തന്നെ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ചാലിയാർ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ആ മേഖലയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ നിൽക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ ചൂരൽമലയുമായി ബന്ധപ്പെട്ടടക്കം തന്നെ നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കരുതൽ മാത്രം മതി, മറ്റു തരത്തിലുള്ള മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുക. ഏതായാലും മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീകാർത്തിക. ശരി, വടക്കൻ കേരളത്തിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കേണ്ടത് തന്നെയാണ്. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകി.